ഈശ്വംസിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. വിശുദ്ധ മർക്കോസിൻ്റെ സുവിശേഷം 10-ാം അധ്യായം 35 മുതൽ 45 വരെയുള്ള തിരുവചന ഭാഗം നാം ഇന്ന് ധ്യാന വിഷയമാക്കുകയാണ്. മലയാളികൾക്ക് ഏറെ പ്രിയങ്കരിയായ കർമ്മലീത്ത സന്യാസ സമൂഹ അംഗമായ വിശുദ്ധ എവുപ്രേസ്യാമ്മയുടെ തിരുനാൾ സഭ ഇന്ന് ആചരിക്കുകയാണ്. തൃശ്ശൂർ ജില്ലയിൽ സന്യാസ ജീവിതം നയിച്ച് ഈശോയുടെ തിരുക്കുടുംബത്തിൻ്റെ പ്രത്യേകമായ അനുഗ്രഹ ആശസ്സുകളെ ഏറ്റുവാങ്ങി തൻ്റെ രോഗാവസ്ഥയിൽ നിന്ന് വിടുതൽ നേടിയ ഈ ധന്യ വിശുദ്ധ ജീവിതകാലം മുഴുവൻ തിരുക്കുടുംബത്തോടുള്ള ഭക്തിയിലും തദ്വാര കുടുംബ പ്രേക്ഷിത മേഖലയിലും സേവനം ചെയ്തതാണ്. അങ്ങനെയാണ് ഈ ധന്യവിശുദ്ധ മരണമടഞ്ഞ ഈ ഓഗസ്റ്റ് മാസം 29-ാം തീയതി അമ്മയുടെ തിരുനാളായിട്ട് സഭ ആചരിക്കുക. 2014 ഫ്രാൻസിസ് മാർപ്പാപ്പയാണ് ഈ ധന്യയെ വിശുദ്ധയായിട്ട് പ്രഖ്യാപിച്ച് അൽത്താരയിൽ വണങ്ങുന്നവളാക്കി മാറ്റിയത്. ഈ ധന്യവിശുദ്ധയുടെ മധ്യസ്ഥം തേടി പ്രാർത്ഥിക്കുമ്പോൾ സഭ ഇന്ന് വിചിന്തനത്തിനായിട്ട് നൽകിയിരിക്കുന്നത് സബദിപുത്രന്മാരുടെ മാതാവ് തൻ്റെ പ്രിയപ്പെട്ട മക്കൾ രണ്ടുപേരും അധികാരസ്ഥാനീയരായി താക്കോൽ സ്ഥാനം കൈപ്പറ്റുന്നവരായി അവൻ്റെ ഇടതും വലത്തും ഇരുന്ന് ദൈവരാജ്യത്തെ നയിക്കണമെന്ന് ആഗ്രഹിച്ച് കടന്നു വരിക. അധികാരം സേവനത്തിനായാണ് എന്നുള്ള വലിയ തിരിച്ചറിവിലേക്ക് ഈ രണ്ട് ശിഷ്യന്മാരെയും കർത്താവ് നയിക്കുന്നുണ്ട്. വിജാതിയുടെ ഇടയിൽ അധികാരികൾ തങ്ങളുടെ യജമാനത്വം കാത്തുസൂക്ഷിക്കാൻ വേണ്ടിയിട്ട് കാണിക്കുന്ന ചെപ്പടി വിദ്യകളൊന്നും കത്തോലിക്ക സഭയുടെ സഭാ നേതൃത്വത്തിൽ ആവശ്യമില്ല എന്ന് ഈശോ ഓർമ്മിപ്പിക്കുകയാണ്. അത് ദൈവം അർഹിക്കുന്നവർക്ക് അർഹിക്കുന്ന സമയത്ത് അർഹിക്കുന്ന രീതിയിൽ നൽകും. അത് അധികാരം സ്ഥാപിക്കാനല്ല, സേവനത്തിന് വേണ്ടി വിനിയോഗിക്കാനാണ്. എബ്രേസ്യാമ്മ തൻ്റെ ജീവിതത്തിൽ ഒരിക്കൽ പോലും ഒരു അധികാര സ്ഥാനത്തിന് വേണ്ടിയിട്ട് മത്സരിച്ചിരുന്ന വ്യക്തിയായിരുന്നില്ല. എന്നും എപ്പോഴും എളിമപ്പെട്ട് ജീവിക്കാൻ പ്രേക്ഷിത മേഖലയായ കുടുംബ പ്രേക്ഷിത രംഗത്ത് ഏറ്റവും നിസ്സാരരെന്ന് കരുതുന്ന വ്യക്തികളുടെ ജീവിതങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്ന് കുടുംബങ്ങളിലെ കൊച്ചു കൊച്ചു പ്രശ്നങ്ങളൊക്കെ പരിഹരിച്ച് അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ച് ദൈവസന്നിധിയിൽ മധ്യസ്ഥം തേടിയിരുന്ന ഈ ധന്യ വിശുദ്ധയെ നമുക്ക് മാതൃകയായി സ്വീകരിക്കുന്നതോടൊപ്പം ജീവിതത്തിലെന്നും അധികാര സ്ഥാനങ്ങളോടുള്ള അമിതമായ പ്രതിബദ്ധതയിൽ നിന്ന് വിട്ടുനിൽക്കുവാനും ദൈവം തരുന്നതെല്ലാം വിനയത്തോടെ ഏറ്റുവാങ്ങി ശുശ്രൂഷ ചെയ്യാനുള്ള മേഖലയാണ് തങ്ങൾക്ക് നൽകപ്പെട്ട അധികാരമെന്ന് വിശ്വസിക്കുവാനും നമുക്ക് ഓരോരുത്തർക്കും സാധിക്കട്ടെ. അത് ഇടവകയിലാണെങ്കിലും രൂപതയിലാണെങ്കിലും സമൂഹത്തിലെ സംഘടനകളിലാണെങ്കിലും പ്രസ്ഥാനങ്ങളിലാണെങ്കിലും ഗവൺമെൻറ് നിയോഗിക്കപ്പെടുന്ന സ്ഥാനമാനങ്ങളിലാണെങ്കിലും ഒക്കെ അധികാരം എന്നത് സേവനത്തിനുള്ള മേഖലയായിട്ട് കരുതുവാൻ ഓരോ കത്തോലിക്ക വിശ്വാസിക്കും കരുതണം. തൻ്റെ അധികാരം സ്ഥാപിക്കാനും മറ്റുള്ളവരുടെ മേൽ കുതിര കയറാനുമുള്ള ഒരു വേദികയായി അതിനെ കരുതാതെ തങ്ങളാലാവും വിധം മറ്റുള്ളവർക്ക് നന്മ ചെയ്ത് പുണ്യം ചെയ്ത് അധികാര സ്ഥാനം കൊണ്ട് നേടിയെടുക്കാവുന്ന സാധ്യതകളെ പ്രയോജനപ്പെടുത്തി തനിക്ക് ചുറ്റുമുള്ള താൻ ആർക്കെല്ലാം വേണ്ടിയിട്ട് നിയോഗിക്കപ്പെട്ടിരിക്കുന്നു അവരുടെ ജീവിതത്തിൽ ഉന്നമനവും നന്മയും പുണ്യവും വരുത്തുവാൻ ആവും വിധം പ്രയത്നിക്കാനുള്ള വലിയ ഉത്തരവാദിത്വം അധികാര സ്ഥാനം നൽകുന്നു എന്ന തിരിച്ചറിവ് എവുപ്രേസ്യാമ്മ നമുക്ക് നൽകട്ടെ. ഈ എവുപ്രേസ്യാമ്മയുടെ ധന്യ മാതൃക ഉൾക്കൊണ്ടുകൊണ്ട് വിനയത്തിൻ്റെ എളിമയുടെ ശുശ്രൂഷകരാകാൻ തിരുക്കുടുംബ ഭക്തിയിൽ വളരുവാൻ നമുക്ക് ചുറ്റുമുള്ള കുഞ്ഞു കുഞ്ഞു കുടുംബങ്ങളിൽ
അവരുടെ നീറുന്ന പ്രശ്നങ്ങളിൽ പ്രാർത്ഥനയോടെ പരിഹാരം തേടുവാനൊക്കെയുള്ള പരിശ്രമം നമ്മുടെ എല്ലാവരുടെയും ഭാഗത്തു നിന്നുണ്ടാകുവാൻ ഈ ധന്യവിശുദ്ധ നമ്മളെ ആഹ്വാനം ചെയ്യുന്നു. വിശുദ്ധ എപ്രാസ്യമ്മയുടെ മധ്യസ്ഥം വഴിയായിട്ട് ഈശോ നമ്മുടെ പ്രേക്ഷിത പ്രവർത്തനങ്ങളെ കൂടുതൽ ധന്യമാക്കട്ടെ. നമ്മളിലൂടെ അനേകരുടെ കുടുംബങ്ങളിൽ അസ്വസ്ഥതകളും പ്രശ്നങ്ങളും ഒക്കെ വിട്ട് ദൈവരാജ്യ പ്രവർത്തകരായിട്ട്, ദൈവരാജ്യം തേടുന്നവരായി, ദൈവരാജ്യം ജീവിക്കുന്നവരായി മുന്നോട്ട് പോകാൻ എല്ലാ സമൂഹങ്ങൾക്കും എല്ലാ കുടുംബങ്ങൾക്കും സാധിക്കട്ടെ എന്ന് ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ഈ ധന്യവിശുദ്ധരെ മാധ്യസ്ഥം തേടുകയും ചെയ്യാം. ഈശോ അനുഗ്രഹിക്കട്ടെ. കർത്താവിശ്വം സിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാരൂപിയുടെ സഹവാസവും നാം എല്ലാവരും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.